ഹായ്, ഞാനാണേ. നമ്മളിന്ന് ലുലു മാളിൽ പോവാം. എന്തിനാണെന്നറിയോ? റോൾ ഐസ്ക്രീം തിന്നാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് അടിമാലിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ കരിക്കുക അമ്പലത്തിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അങ്ങോട്ട് പോവാണ്. അവരെ കണ്ടിട്ട് അവരുമായിട്ടാണ് നമ്മളിന്ന് ലുലു മാളിലോട്ട് പോകുന്നത്. അപ്പം കരിക്കുക അമ്പലത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു പാലമൊക്കെ ഉണ്ട്. പാലം താടെ ഒരുത്തന്നെ നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടു. ആഹാ, വാടാ. അവൻ വന്നു. റൂബർ ഓട്ടോ ഞങ്ങൾ വിളിച്ചു. റൂബർ ഓട്ടോയിൽ ഞങ്ങൾ ലുലു മാളിലോട്ട് പോവുകയാണ്. അല്ലേ, മഴയൊക്കെ പെയ്തതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും കൊള്ളാം. ഓ, നമ്മളെ ചേസ് ചെയ്തുകൊണ്ട് വരണം എൻ്റെ അമ്മോ. വിചാരിച്ച് പറ്റിച്ചുകൊണ്ട് പോയി നമ്മളെ. അങ്ങനെ നമ്മൾ ലുലു മാളിലെത്തി. ആഹാ, ലുലു മാൾ, തിരുവനന്തപുരത്തെ ലുലു മാളിലാണ് നമ്മൾ കേട്ടോ പോകുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരത്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ ലുലു മാളിലോട്ട് പോവുകയാണ് നമ്മൾ. ലുലു മാളിലെത്തി. എന്താ രസമാണ്. മഴ പെയ്തതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി. ആഹാ, ചെല്ലുമ്പോൾ തന്നെ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ നല്ല പാട്ടും ആ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു കുളിർമയുണ്ട് കേട്ടോ. കൊള്ളാം. ആ, കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ മൂന്ന് പേര് ഇറങ്ങി പൈസയൊക്കെ കൊടുത്ത് ലുലുമാളിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട്. അയ്യോ, നമ്മൾ വിട്ടുപോയി. ആ ചേച്ചി നല്ലൊരു ചേച്ചിയാണ്. നമ്മൾ നമസ്കാരമൊക്കെ പറഞ്ഞാണ് കേട്ട്. എന്നാലും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ചേച്ചിക്ക്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് വാ, അടിപൊളി. എന്തിനെന്ന് പറയണ്ട പി ഫുള്ള് തിരക്ക് തന്നെ. അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഫ്രണ്ടിലോട്ടപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ നടന്നു പോവാണ്. എന്താണ് നമുക്കറിയണം. അപ്പോൾ കുറേ ബുക്ക് സ്റ്റാൾ പോലെ കുറേ ഉണ്ട്. കൊള്ളാം, ബുക്കൊക്കെ എടുത്ത് വായിക്കാൻ ഒക്കെ ആയിട്ട് നല്ല സെറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എല്ലാം നടക്കുകയാണ്. ലുലുമാൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ അവിടെ എല്ലാം കയറി ഇറങ്ങിയിട്ടൊക്കെ പോവാം. എന്തായാലും നമുക്ക് ടാർഗറ്റ് നമ്മുടേത് ഐസ്ക്രീമാണ് കേട്ടോ. റോൾ ഐസ്ക്രീം തന്നെയാണ്. അപ്പം നമ്മളവിടെ എല്ലാം പോയി നടക്കുകയാണ്. എന്നാലും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ഷോപ്പിൻ്റെ ഇതൊക്കെ നോക്കി സെറ്റ്. എല്ലായിടും ആള്. എന്ത് ഭംഗിയാണ് നോക്കിയാൽ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അവിടെ നോക്കാൻ ലുലുമാള്. പിന്നെ രസം കൊള്ളാല്ലേ കാണാൻ. നല്ല ലൈറ്റും കളർഫുള്ളായിട്ട് സെറ്റ് കേട്ടോ. ആ, രണ്ടോ മൂന്നോ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഫുള്ള് കറങ്ങി നോക്കി. എന്നിട്ട് നമ്മൾ വന്നു എനിക്ക് ബുദ്ധനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ബുദ്ധൻ്റെ കളക്ഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ ആദ്യമേ ചാടിക്കയറി. അവിടെ പോയി ബുദ്ധൻ്റെ ഓരോന്നി കളക്ഷനൊക്കെ നോക്കി. നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ. എനിക്ക് ഒരെണ്ണം മേടിക്കണം. കയ്യിൽ ഇച്ചിരി സാമ്പത്തിക ടൈറ്റ് കാരണം ഈ വട്ടം ഒന്നും മേടിച്ചില്ല കേട്ടോ. നമുക്കിനി പോകുമ്പോൾ ബുദ്ധൻ്റെ ഒരു കളക്ഷൻ മേടിക്കാം. നല്ല ഗ്ലാസ് ഒരു സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കി നമ്മൾ അങ്ങനെ എത്തി. ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ താഴെയാണ് കേട്ടോ. പാർക്കിങ്ങിൻ്റെ സൈഡിലാണ് നമുക്ക് റോൾ ഐസ്ക്രീം ഉള്ളത്. നമ്മൾ അവിടെ ചെന്നിട്ട് ഉണ്ട്. അപ്പം നമ്മൾ സ്ട്രോബെറി ഫ്ലേവറാണ് പറഞ്ഞത്. ഷേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഷേക്ക് 160 രൂപ ഒരു കപ്പ്. അതിൽ 4 പീസ് ഉണ്ട് കേട്ടോ. സെറ്റ് കടയാണ്. എന്തായാലും ഇന്ന് ലുലുമാളിൽ പോകുന്നവർ മറക്കാതെ മേടിക്കണം കേട്ടോ. സെറ്റ് പൊള്ളി സാധനമാണ്. നമ്മുടെ രണ്ട് ചേട്ടന്മാരെ നല്ല ഇതാണ്. ആ, നമുക്കുള്ള സ്ട്രോബെറി വീഴുന്ന കണ്ടാ സെറ്റ്. അങ്ങനെ നമുക്ക് എന്തായാലും ലൈവായിട്ട് തന്നെ കണ്ട് ആസ്വദിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ഇടണം കേട്ടോ. നല്ല അടിപൊളി സ്ട്രോബെറി ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് ഇടുന്നത് കേട്ടോ. ആ, ഐസ് പിടിച്ചു ഒരെണ്ണത്തേക്ക് അപ്പം തന്നെ ഐസ് അയച്ച്. എൻ്റെ സെറ്റ് സാധനമല്ലേ. ആ സ്ട്രോബെറി ആ ചേട്ടൻ അങ്ങോട്ട് ചതച്ചങ്ങോട്ട് ഇട്ട്. സംഭവം എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഐസ്ക്രീമിൻ്റെ ക്രീമാണെന്ന് തോന്നുന്നു. കാരണം ചേട്ടൻ വാരിക്കോഴി എന്തായാലും ഒഴിച്ചിട്ടുണ്ട് അതിൽ. ഒന്നും നോക്കില്ല, ഒരു ഇതും നോക്കില്ല. ചേട്ടൻ ലാവിഷായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പക്ക ചേട്ടനാണ്. എന്തായാലും ആ ചേട്ടൻ താണ്ടെ അങ്ങോട്ട് പരിപാടി ആരംഭിക്കുകയാണ് കേട്ടോ.
അല്ല അടിപൊളി സെറ്റ്. കാണുമ്പോ തന്നെ എന്നാ ഡ്രസ്സാണ് നോക്കിയേ. ചേട്ടൻ എല്ലാം കൂടെ കുഴച്ച് മിക്സ് ചെയ്ത് സെറ്റാക്കി ഇനി അങ്ങോട്ട് നിരത്തി തേക്കാണ്. അടിപൊളി സെറ്റ് കേട്ടാ. സ്ട്രോബെറി ഒക്കെ കിടക്കുന്ന കിടപ്പ് കണ്ട മക്കളെ. അടിപൊളിയല്ലേ? ചേട്ടൻ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കുവാണ്. എല്ലാ സൈഡും നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് പോലെ. എന്നാ സ്പീഡാണ് നോക്കിയേ. സെറ്റ് സെറ്റ്. ഇപ്പൊ തന്നെ അത് കണ്ടോ ഐസായി. നല്ല രസമുണ്ട്. എല്ലാ സൈഡും ഒരേപോലെ സ്ക്വയർ ആക്കി നല്ല സെറ്റ് ആക്കിയാണ് ചേട്ടൻ ചെയ്യുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അടിപൊളി പക്ക ഫിനിഷിങ് എന്ന് പറയുന്നത് ഇതാണ്. കറക്റ്റ് അവിടെ ലെവലിൽ പിടിച്ച് പറയാനില്ല. അടിപൊളി കണ്ടോ സെറ്റായി. നല്ലൊരു അടിപൊളി ആ കുഴച്ചതിനെ അടിപൊളി ഒരു സ്ക്വയർ ആക്കി ചേട്ടൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. നോക്കിയേ എന്നാ പെട്ടെന്നാണ് നോക്കിയേ ഫിനിഷ് ചെയ്തെടുത്തത്. കണ്ടോ അത് മൂലയൊക്കെ നല്ല റെഡി ആക്കി. അടിപൊളി ഒന്നും പറയാനില്ല. സെറ്റ് സെറ്റ് സെറ്റ്. ഇപ്പൊ തന്നെ അത് നമ്മൾ ആക്കുമ്പോ കാണാം പീസായി. അത് അത്രക്ക് തണുപ്പാ കേട്ടോ അത്. ഓ ചേട്ടൻ എന്ത് മാറ്റി. സ്ട്രോബെറിയുടെ ഫ്ലേവറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാവ് ഡിസൈൻ ഒക്കെ വരയ്ക്കുന്നുണ്ട്. ഓ തീർന്നു പോയോ? ഇല്ല ഇല്ല. ചേട്ടൻ അവസാനം ഒരു ഡിസൈൻ ഇട്ടതാ. കൊള്ളാം. നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ തന്നെ. ആഹാ ഇനി ചേട്ടാ അതിനെ അങ്ങോട്ട് പീസ് പീസ് ആക്കുവാണ്. വരച്ച് സെൻറ്ററിൽ കൂടെ ഒരു വര റോൾ ഐസ്ക്രീം റെഡി സംഭവം. നാണ്ടേക്കോട്ടെ. ഓയോ ചേട്ടനെ കൊണ്ട് എടുത്തെടുത്ത് റോളായി വരുന്നേണ്ട. നല്ല അടിപൊളി സെറ്റ് സംഭവം. കൊള്ളാം. എല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെച്ച് 2 കപ്പ് എടുത്തിട്ട് ഒന്നി 2 3 4 ഒരു കപ്പിൽ 4 ആണേ. 4 ഇതങ്ങോട്ട് അതിൻ്റെ അകത്തോട്ട് വെച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാരിപ്പറക്കിയിട്ട് സ്പൂണൊക്കെ വെച്ച് ടിഷ്യൂവും വെച്ച് നമ്മുടെ കയ്യിലോട്ട് തന്നു. സാധനം അടിപൊളി ഭംഗി. 3 പേരും കൂടെ കഴിച്ചേടോ. സംഭവം പൊളി. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മറുകടം ലുലുമാളിന്റെ കാർ പാർക്കിങ്ങിന്റെ താഴെയുള്ള റോൾ ഐസ്ക്രീം സെറ്റ്. ഇനി തിരുവനന്തപുരത്ത് ലുലുമാളിൽ പോകുന്നവര് മറക്കാതെ വാങ്ങുക. 160 രൂപ. ഞങ്ങൾ സ്ട്രോബെറി ഫ്ലേവറാണ് വാങ്ങിയത്. എന്തായാലും ഒരു രക്ഷയില്ല. എല്ലാവരും പോയി വാങ്ങുക കേട്ടോ. സൂപ്പർ.